കണ്ടാ കണ്ട നമ്മളിപ്പോ ചക്കരയുടെ കല്യാണത്തിന് സാരി എടുക്കണതിന്റെ ഭാഗമായിട്ട് മന്ത്രകോടി എടുക്കാനായിട്ട് വന്നേക്ക പോവാൻ മമ്മിയുടെ സിസ്റ്ററിന്റെ വീട്ടിലാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. പിന്നെ ഇവിടത്തെ കുറച്ച് ചെടികളും വിശേഷങ്ങളും നമുക്ക് കാണാം. അയ്യോ ഇത് കൊള്ളാലോടി. ഇത് എന്ത് മാവാ ഇത്ര പെട്ടെന്ന്? അത് കൊലശ്ശേരി മാങ്ങയാണ്. ഇത് ഒരെണ്ണം 2 കിലോ വരെ വരും. ഇത് അതിന്റെ അടിയിൽ ഇത് ഉണ്ടായി കിടക്കുന്നുണ്ടാവും. ഇതെല്ലാം ഒന്നും കുഴപ്പമൊന്നുമില്ല. ഒരുവിധം ഇതിപ്പോ വെച്ചിട്ട് 2.5 വർഷമായിട്ടുള്ളൂ. 2.5 വർഷം. കഴിഞ്ഞ വർഷം തുടങ്ങി കായ ഉണ്ടായി. ഒരു വർഷം എത്തിപ്പിക്കാൻ തുടങ്ങി കായ ഉണ്ടായി തുടങ്ങി. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നുമില്ല. എല്ലുപൊടി ഇട്ട് കൊടുക്കും. ഓരോ വർഷം മഴക്കാലം വരുമ്പോഴൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കും. ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയാൽ പിന്നെയും പുതിയ നല്ല ഇതിൽ വരും. മാങ്ങ ഒരുപാട് ഇഷ്ടംപോലെ ഉണ്ടാവും. ഇത് വ്യത്യസ്ത തരം അടീനിയങ്ങളാണ് കേട്ടോ. ഇത് ഡബിൾ പെറ്റലാണ്. ഇത് വൈറ്റ് കളറ്. അതുമ്പോൾ പൂ വന്നിട്ടില്ല. ഇത് വേറൊരു വെറൈറ്റി ചെടിയാണ്. അത് നമുക്ക് കുറേ നാൾ ഇങ്ങനെ നല്ല നിൽക്കുമ്പോൾ ബൊക്കകളിലൊക്കെ നമുക്ക് കെട്ടാൻ ഉപയോഗിക്കാം. കുറേ നാൾ ലാസ്റ്റ് ചെയ്ത് വെക്കുന്നു. പിന്നെ പറയുന്നത് വാൻഡ. പൂവിട്ട് കഴിഞ്ഞു. ഇതെങ്ങനെ അതൊരു പീച്ച് കളറായിരുന്നു. ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് നല്ല കളറാണ്. അത് ഇഷ്ടംപോലെ ഉണ്ടാവും. ഇത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ കൊലയമ്മ ഉണ്ടാവും. ഇത് വേറൊരു വാൻഡയുടെ തന്നെ മൊക്കാറ വാൻഡ വേറെ മൊക്കാറ ആകുമ്പോൾ നമ്മൾ ചട്ടിയിൽ വെക്കുള്ളൂ. ചട്ടിയിൽ വെച്ച് നല്ല വെയിൽ വേണം അവർക്ക്. ഇതിൻ്റെ ഇല മഞ്ഞ കളറായിട്ട് പോകും. അപ്പോൾ പതുക്കെ നമ്മൾ കുറേശ്ശെ വെയിലത്ത് വെച്ച് പിന്നെ നല്ല വെയിലത്ത് വെച്ചാൽ ഏറ്റവും കൂടുതൽ പൂടും നല്ല വെയിലത്ത് വെക്കുമ്പോഴാണ്. അത് തന്നെയുള്ളൂ. അത് വേറെ മുട്ടുണ്ട്. ഇത് കളറ് മൊക്കാറയാണ്. മോഡ് ഡാൻസ് കളർ വെറൈറ്റി കളറാണത്. ഇത് വാങ്ങിച്ചതാണ്. കാരണം ഇങ്ങനത്തെ നമുക്ക് വാങ്ങിയിട്ട് കിട്ടുള്ളൂ. നമുക്ക് ഈ ഡബിൾ പെറ്റൽ കട്ട് ചെയ്ത് വെച്ച് പിടിക്കുന്നുണ്ട്. അതിൻ്റെ ആണ് ഇത് കട്ട് ചെയ്ത് വെച്ച് പിടിച്ചത്. പിടിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മണ്ണ് ലൂസ് ആവണം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലുപൊടി, പിന്നെ മണ്ണ് ലൂസ്, ചകിരിച്ചോറ്, നമ്മുടെ സാധാരണ മണൽ, ഈ മിശ്രിതം ചേർത്തിട്ടാണ് നമ്മളിത് ആദ്യം ഇതിന്റെ പോട്ടിൽ തയ്യാറാക്കുന്നത്. അതിന് ശേഷം ഇട്ടപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ ഇടയ്ക്ക് ഇതുപോലെ തന്നെ കട ഒന്ന് കളിച്ചിട്ട് ഇവിടുന്ന് ഒന്ന് കളിച്ച് കഴിഞ്ഞിട്ട് ഈ എല്ലുപൊടി ഇട്ട് കൊടുക്കാം. എല്ലുപൊടി ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ പൂക്കളുണ്ടായിരിക്കും. ഇത് ഡാൻസിങ് ഗേൾ എന്ന് പറയും. ഇത് എല്ലാ ഇടങ്ങളിലും ഉണ്ട്. ഡാൻസിങ് ഗേൾ എല്ലാവർക്കും എപ്പോഴും പിടിച്ചോളും. തെങ്ങിന് ഉള്ളിൽ വെച്ചാൽ നല്ല വെയിൽ കിട്ടി കഴിഞ്ഞാൽ ഉണ്ടായിക്കോളും. റോസുകള്, വൈറ്റ് റോസ്, നല്ല ഭംഗിയുണ്ട്. ഇത് ബട്ടൺ റോസ്. ഇത് നമുക്ക് ഹോർട്ടിക്കൾച്ചറിന്റെ ഒരു ഗ്രാന്റ് കിട്ടിയിട്ട് ചെയ്താണ്. ഒരു 500 എണ്ണത്തിന്റെ 1/2 യൂണിറ്റ്, 1 യൂണിറ്റ് വെച്ച് നമുക്ക് ഹോർട്ടിക്കൾച്ചറിന്റെ ഗ്രാന്റ് കിട്ടും. കൃഷിഭവനിൽ നമ്മൾ അപേക്ഷ സമർപ്പിച്ചാൽ മതി. തുടക്കത്തിൽ തന്നെ നമുക്ക് മുരിങ്ങയുടെ ഇല, അത് ഞങ്ങൾക്ക് ഉണ്ട്. മുരിങ്ങയുടെ ഇല അത് അരച്ച് നമ്മൾ വെള്ളം കലക്കിയിട്ട് അരിച്ചിട്ട് ഒഴിക്കും. സ്പ്രേ ചെയ്താൽ മതി. വലിയ സ്പ്രേയറിൽ 5 ലിറ്ററിന്റെ നമ്മളൊരു സ്പ്രേ ഉണ്ട്. ഈ സ്പ്രേയിൽ നമ്മൾ കലക്കി ഒഴിച്ച് അത് മതിയാവും. പിന്നെ നമുക്ക് അത്യാവശ്യം 3 ലിറ്ററിന്റെ നമുക്ക് എടുത്തിട്ടായാലും അത്യാവശ്യം കൊണ്ടുവന്ന് വളങ്ങളിടാനായിട്ട് ആദ്യം ഇത് ചെയ്യുക. അതിനുശേഷം കൊന്നയുടെ ഇലയുണ്ട്. മുരിങ്ങയില ഇല്ലെങ്കിൽ വേണ്ട, കൊന്നയുടെ ഇല കലക്കി അരിച്ചിട്ട് അരിച്ചൊഴിക്കും. അപ്പോഴാണ് വേരുകൾ നല്ലപോലെ പിടിക്കും. ഇതാണ് സാഫ് എന്ന് പറഞ്ഞത്. സാഫ് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ കൊടുക്കണം. ഇതിന്റെ വേരുകൾക്കും കടയിലുള്ള കേടുകൾക്കാണ് സാഫ്. ഈ എക്കാലക്സ് നമുക്ക് ഇടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോൾ എക്കാലക്സിന്റെ 1 ml നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് തളിച്ചു കഴിഞ്ഞാൽ ഒരുവിധം കേടുകളൊക്കെ തീരും പെട്ടെന്ന്. അത് അടീനിയത്തിനും ഏറ്റവും നല്ല തളിക്കാറുണ്ട്. 2018 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 5 ഗ്രാം വെച്ച് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യും. പിന്നെ 19 അതല്ല, അവിടെ വെയിൽ കിട്ടാത്തതാണ് നമ്മൾ മാറ്റിയിട്ടു. ഇതിന് വെയിലെന്ന് വെച്ചാൽ 50% മതി നമുക്ക് വെയില്. പിന്നെ കൂടുതൽ വെയിൽ വേണ്ട. ഹ്യൂമിഡിറ്റി അതുപോലെ അടഞ്ഞിരിക്കണ അവർക്ക് ഹ്യൂമിഡിറ്റിയുടെ ഇത് ഒരു വരവിന് റേറ്റും കൂടും. 650 തുടങ്ങി പിന്നെ സ്പൈക്കിനനുസരിച്ച് റേറ്റ് കൂടും. വലുതാണ്. ഇത് ചെറിയ ഹൈബ്രിഡ് ആണ്. ഇത് ചെറിയ ടൈപ്പാണ്. ഏറ്റവും കൂടുതൽ പൂവുണ്ടാവുന്നത് ഡെൻഡ്രോബിയം തന്നെയാണ്. എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കാറ്റ്ലേയാന്ന് എത്തിപ്പെട്ടതാണ്. ടോണിയ, ആമിക്ക റെഡ്, നല്ല കളറാ. ഇത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും അറിയാൻ ഇങ്ങനെയുണ്ട്. എല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും.
കുറവ് വരില്ല. ഇത് കുറേ സ്പൈക്കുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പേര് പിങ്ക് ലേഡി സ്പ്ലാഷ്. വെരിഗേറ്റഡ്. ഇതിൽ പൂവുണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ തൈ വേറെ വരുന്നുണ്ട്, ഇവിടുന്ന് വരും. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ പാത്രത്തിലേക്ക് ആക്കാം. ഇത് പൂവൻ ടർക്കിയാണ്. എപ്പോഴും ഇങ്ങനെ ചിറക് വിരിച്ച് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവിടെ അടുത്ത് വന്ന് നിൽക്കും. ഇവിടെ കയറ്റാത്ത രീതി. പട്ടികൾക്ക് തുല്യമാണ്. പട്ടി വരച്ചു കഴിഞ്ഞാൽ ഒപ്പം തന്നെ അവരും അതുപോലെ തന്നെ കുറച്ചോളൂ. ഇതിന്റെ പേര് ഫ്ലൈൻ ഡക്ക് എന്ന് പറയും. മണിത്താറാവ്. തലയിൽ ഒരു മണി പോലെയുണ്ട്, ആ വൈറ്റ് കളറ്. സാധാരണ നാടൻ താറാവ് മറ്റേ നാടൻ താറാവല്ലേ? മറ്റേ നാടൻ താറാവ്. ഈ വൈറ്റ് കളറ് മണിത്താറാവ് എന്നും പറയും, ഫ്ലൈൻ ഡക്ക് എന്നും പറയും. സാധാരണ ടർക്കികൾ മുട്ടയിടുന്നത് നമ്മുടെ പെട്ടികളിൽ നമ്മൾ വെക്കുന്ന പാത്രങ്ങളിലൊന്നും ഇടില്ല. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കാട് പോലെ കിടക്കുന്ന സ്ഥലം അവർ കുഴി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ വന്ന് മുട്ടയിടുള്ളൂ. ഇത് മധുരക്കിഴങ്ങിന്റെ വള്ളിയാ? ഇത് മധുരക്കിഴങ്ങ്. അതിൻ്റെ ഉള്ളിൽ വന്ന് അവർ അവർ രണ്ടുപേരുണ്ട്, 2 ടർക്കി ഉണ്ട്. ഒരെണ്ണം അപ്പുറത്തിടും. അതിന് മുട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതാണ് മുട്ട. ഇതിന് സൈഡ് കണ്ട ഏറ്റവും കൂടുതൽ ഗുണമുണ്ട്. നല്ല ഗുണം. കോഴിമുട്ടയുടെ ഒരു 3 ഇരട്ടി ഗുണം എന്ന് പറയാം. 3 പേരുണ്ട് ഞങ്ങക്ക്. ചാർലി ഇവന് പെറ്റാണ്. ഇത് ഞാൻ പുന്നാരിച്ചുകൊണ്ടിരുന്ന ഏറ്റവും ഇഷ്ടമായിരിക്കും അവന് ഭയങ്കര ഹാപ്പിയാണ്. അത് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ ഇതിനെ കണക്കാവുക. അല്ലാണ്ട് ഡോഗിൻ്റെ കൂട്ടത്തിൽ പെടുത്തുന്ന എനിക്ക് തോന്നുന്നില്ല. കാവലൊന്നല്ല ഇവൻ നമ്മുടെ കൂടെ കളിക്കാനും അഴിച്ചിട്ടാലും നമ്മുടെ കൂടെ കളിക്കാൻ വേണ്ടി വരും. നമ്മുടെ പുറകെ നടക്കും, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. ചാർലി സിറ്റ്. വേറെ ആരും തൊടാൻ പാടില്ല. ഇയാളെ പേടിച്ചാ? ഇവനെ ആരും തൊടണ്ട. ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലേക്ക് ഒരു കോഴീനെ ഒന്നിനെ ഇവൻ കടത്തില്ല. എന്തെങ്കിലും സാധനം വന്നാൽ അപ്പോൾ ഒച്ചപ്പാട് തൊടണ്ട. അവൻ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നാടൻ പട്ടികളാണ് കേട്ടോ. വീട് കാവലിന് ഏറ്റവും നല്ലത് നാടൻ പട്ടികളാണ്. ഇവൻ ഒരാൾ ഗേറ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇവൻ ഏറ്റവും കുറുമ്പൻ. ഇവൻ ഏറ്റവും ചെറുതാണെങ്കിലും ഏറ്റവും കുറുമ്പനാ. 3 കൂടുണ്ടാക്കിയിട്ടുണ്ടല്ലേ ബ്ലാക്കി. ഇവര് വന്ദനം തരും. നമ്മളെ കാണുമ്പോൾ തന്നെ അവർ കയ്യും കാലം വിടർത്തി ഇവിടെ ഇരിക്കും. സിറ്റ് ബ്ലാക്കി സിറ്റ്. ഗുഡ് ബോയ്. ഇവൻ ഓടി നടന്ന് പാമ്പുകളൊക്കെ പിടിച്ചു. നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഓടി നടന്ന് ആ ചുണ്ട് കണ്ട് അവൻ്റെ നീളമുള്ള അതാണ്. അതുകൊണ്ട് അവൻ ഇങ്ങനെ കുഴികളൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നൊക്കെ പിടിച്ച് വലിച്ചിങ്ങനെ ഇടും. അതിനുള്ള ഗുണമുള്ളൂ. നോ ഇത് കൂടുതൽ പൊക്കത്തിലേക്ക് പോവില്ല. ഈ മുരിങ്ങയുടെ പ്രത്യേകത താഴെ തന്നെ നിന്ന് നമുക്ക് പറിക്കാൻ പറ്റുന്ന. കൊലകുത്തി ഉണ്ടാവും. ഈ പ്രാവശ്യം കൊലകുത്തി ഉണ്ടായി തുടങ്ങി. കുറെ പൂവിട്ടുണ്ടായി, കുറെ പറിച്ചു കഴിഞ്ഞു. നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള മുരിങ്ങകൾ. ഇത് മൂത്തതാണോ? മൂത്തിട്ടുണ്ട്. ഇതൊക്കെ മൂത്തു. ഇതിപ്പോ ഓരോന്നുള്ളൂ. സാധാരണ ഒറ്റ കൊലയിൽ ഒരു 10-15 എണ്ണം വരെ ഉണ്ടാവും. ഈ പ്രാവശ്യത്തിൽ കുറവാണ്. പൊക്കത്തിലേക്ക് പോവില്ല. നമുക്ക് പറിക്കാനും സുഖമാണ്. ഏറ്റവും പെട്ടെന്ന് 6 മാസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ചക്ക ഉണ്ടായി കഴിഞ്ഞു. പെട്ടെന്ന് ഒരു 6 മാസം എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ വെച്ച ഒരു 6 മാസം എത്തിയപ്പോൾ തന്നെ ഇതുമ്പോൾ ചക്ക ഉണ്ടായി. അതും ഇത് ചാമ്പയാണ്. ഹൈബ്രിഡ് ചാമ്പ എന്ന് പറഞ്ഞാൽ അധികം പൊക്കം വയ്ക്കുന്നത് നമ്മുടെ ചാമ്പ തന്നെയാണ്. സാധാരണ ചുവപ്പ് ചാമ്പയാണിത്. അത് ഇഷ്ടംപോലെ നല്ല മധുരമാണ്. നമ്മുടെ സാധാരണ ചാമ്പ നടന്നുള്ള ആഗ്രഹം കൊണ്ടായിട്ടുള്ളതാണ്. മധുരമുള്ള മാങ്ങയാണ്. പക്ഷെ 3 വർഷം എത്തിയിട്ടുണ്ടാവുള്ളൂ. മറ്റേ മാവൊക്കെ 6 മാസം എത്തുമ്പോൾ നമുക്ക് ഒരു കൊല്ലത്തുമ്പോഴേക്കും. ഇത് 3 വർഷം 2.5 വർഷമായി. കുളമ്പ് എന്ന് പറഞ്ഞ മാവ് എല്ലാവർക്കും അറിയാം. ഏറ്റവും നമ്മുടെ ഒരു പറമ്പിൽ അത്യാവശ്യം വേണ്ട മാവാന്ന് പറയും. കുളമ്പ്, കാലാപ്പാടി. ആ മാവ് അവിടെ ഉണ്ട്. കാലാപ്പാടി കാണിച്ചു കൊടുക്കാൻ. പൂട്ടാൻ പൂവിട്ടു. ഞങ്ങൾ വന്നിട്ട് വലിയ അധികം ഇത് 1 കൊല്ലം എത്തി കഴിഞ്ഞപ്പോൾ തുടങ്ങി പൂവിട്ട്. ഇപ്പോൾ 2ാമത്തെ കൊല്ലമാണ്. പെട്ടെന്ന് പൂവിടുന്നുണ്ട്. ഇതിൻ്റെ വളവും ഇതുപോലെ തന്നെ കോഴിക്കാഷ്ടം തന്നെ ഇട്ട് കൊടുക്കണം എല്ലാവരും. ഈ പൈനാപ്പിള് മുള്ളില്ല. ഇതിൻ്റെ പ്രത്യേകത മുള്ളില്ലാത്തതാണ്. അത് നല്ല ടേസ്റ്റാണ്. ഒരെണ്ണം 3 കിലോ വരെ വന്നിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായത്. ഇപ്പോൾ 3 എണ്ണം ഈ പ്രാവശ്യം ഉണ്ടായി. എല്ലാം ഒരുവിധം നന്നായിട്ട് വരുന്നുണ്ട്. ഇത് പച്ചക്കറി തോട്ടമാണ്. ഇത് ഞങ്ങളുടെ പച്ചക്കറി എല്ലാവരും ഉണ്ട്. ഇത് മൂവാണ്ടൻ്റെ തന്നെ ഹൈബ്രിഡ് അനോ എന്ന് പറഞ്ഞു വെച്ചാൽ എപ്പോഴും 3 വർഷം നല്ല ഇതാണ്. ഇത് ടിഷ്യൂ കൾച്ചർ വാഴ വെച്ചിരിക്കുകയാണ്. നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടും. ടിഷ്യൂ കൾച്ചർ വാഴ 25 എണ്ണം. അത് നമുക്ക് 10 സെൻറ്റ് സ്ഥലത്തിൽ കൂടുതലുള്ളവർക്ക് കിട്ടുന്നുണ്ട്. ഇത് റംബൂട്ടാൻ മഞ്ഞ കളറാണ്. ഇതിപ്പോൾ ഇവിടെ അച്ചിങ്ങയായിരുന്നു. ആ കൃഷി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2ാമതും ചീര വന്നു തുടങ്ങുന്നുണ്ട്.
ഈ കാബേജിന്റെ പ്രത്യേകത ഒരു 3 ഇത് 5 എണ്ണം ഉണ്ടായിട്ടുണ്ട്. 1 2 3 4 5 എണ്ണം വരെ 6 എണ്ണം ഒറ്റ ട്രിപ്പിൽ 6 എണ്ണം. ഇത് കാലാപ്പാടി. ഇത് വെച്ചിട്ട് അധികം വച്ചപ്പോൾ തുടങ്ങി ആ മാസം ഞങ്ങൾ പൂവിട്ടത് നോക്കി വാങ്ങിച്ചു. ഇത് വാങ്ങിച്ചപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തും ലെയറിങ്ങും അങ്ങനെ നോക്കി വാങ്ങിച്ചില്ലെങ്കിൽ വരുമ്പോൾ ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് കായുണ്ടാവും. ഇതിപ്പോൾ പെട്ടെന്ന് പൂവിട്ടത് വാങ്ങിച്ചു. പിന്നത്തെ കൊല്ലം ഒരു കൊല്ലം എത്തിയപ്പോഴേക്കും വീണ്ടും 2 മാങ്ങയുണ്ടായി. ഈ കൊല്ലം കൂടുതലായി കാലാപ്പാടി. എല്ലാവരും വാങ്ങിച്ചൊരു വീട്ടിൽ വാങ്ങിച്ചു വെക്കേണ്ട ഏറ്റവും നല്ലൊരു മാവാണ്. ബനാന മാംഗോ പോലെ തന്നെയാണ്. പ്രാവശ്യം ഒരുപാടുണ്ടാവും. ഒരു കൊല കുത്തിനുണ്ടാവും, കാണുന്നില്ല. ഇതുമേ കൊല കുത്തി ഉണ്ടായിക്കോളും. ഇപ്പൊ ഉണ്ടാവുന്ന സീസൺ തുടങ്ങിയിട്ടുള്ളൂ. എപ്പോഴും ഉണ്ടാവണുണ്ട് കേട്ടോ, നല്ല മധുര. അപ്പൊ ഞങ്ങൾ കവറിട്ട് വയ്ക്കും ഇങ്ങനെ. ഇതുപോലെ നമുക്ക് കടയിൽ നിന്ന് കിട്ടുമല്ലോ ഈ പേരക്കയുടെയൊക്കെ. അപ്പൊ നമ്മളത് കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും. മഴ പെയ്താലും ഇതിപ്പോ വലുതായത് മാത്രം നമ്മൾ അങ്ങനെ ഇട്ട് വയ്ക്കാറുള്ളൂ. മറ്റേ സാധാരണ കവറിട്ട് അപ്പൊ വവ്വാലൊന്നും ഒന്നും കൊണ്ടുപോവില്ല. ഇത് അൽഫോൻസ മാവണ ഉണ്ടായി തുടങ്ങിയിട്ടില്ല. ഇത് ഡ്രാഗൺ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യം സീസൺ വരുമ്പോൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഇനി ചെയ്യുന്നത് കട തിരഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ കോഴിക്കാഷ്ടം ആ പൂക്കണ സമയം 1 മാസം മുമ്പ് ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ലപോലെ കായ് പിടിക്കുന്നുണ്ട്. കോഴിക്കാട്ടം ഇട്ട് കൊടുക്കണം. കോഴിക്കാട്ടം നമ്മൾ ഒരു ചാക്ക് മേടിച്ച് വലിയ വില 100 രൂപ ഉള്ളൂ. അപ്പോൾ അത് എല്ലാത്തിനും ഇടാം. അത് ജമ്പുട്ടിക്ക, മരമുന്തിരി, ചെറുത് പിടിച്ചു വെച്ചു. അത് കോഴി ചെറുത്. ഇത് നല്ല ഇനമൊന്നും പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. പെട്ടെന്ന് പൂവുണ്ടാവും. ജമ്പുട്ടിക്കയുടെ ആ വെയിൽ കിട്ടാൻ വേണ്ടി മാത്രമേ ഈ സൈഡിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ളൂ. ഇത് പെറ്റൂണിയ. ഇത് നമുക്ക് ഏറ്റവും ഇഷ്ടമുണ്ട്. കാരണം പകലെല്ലാ സമയത്തും 10 മണിയാണെങ്കിൽ 10 മണി കഴിയുമ്പോൾ തന്നെ സമയം വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ പൂ വാടിപ്പോയി. ഇത് അങ്ങനെയല്ലല്ലോ, ഫുൾ ടൈം. ഇത് വൈറ്റ് കളറാണ്, പൂ വിരിഞ്ഞ് ഒടുങ്ങിയിട്ടില്ല. ഇതെല്ലാം ബൊഗേൻവില്ലകൾ. ഇതൊക്കെ വാങ്ങി വെച്ചതാ? വാങ്ങി വെച്ചിട്ട് കമ്പ് മുറിച്ച് നട്ടതും ഉണ്ട്, ഒടിച്ചു വെച്ചതും ഉണ്ട്. ഇഷ്ടംപോലെ പൂവുണ്ടാവുന്നുണ്ട്. കാരണം ഞങ്ങൾ ഡാപ്പ് എന്ന് പറഞ്ഞത് ഒരു DAP എന്ന് പറഞ്ഞൊരു വളം ഇടയ്ക്കിട്ട് കൊടുക്കും. 5-6 മണികൾ എല്ലാത്തിനും ഇടയ്ക്കിട്ട് കൊടുക്കും. പിന്നെ എല്ലുപൊടി, അതാണ് ഇതിൻ്റെ പൂടാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എന്ത് വളം ഇട്ട് കൊടുത്താലും ഇല്ലെങ്കിലും വെയിൽ വന്നു കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടായിക്കോളും, ഇഷ്ടംപോലെ ഉണ്ടായിക്കോളും. അല്ല, ഇത് നല്ല വെയിൽ കിട്ടിയാൽ നല്ല പോലെ ഉണ്ടാവും. ബൊഗേൻവില്ല ഇതിനൊക്കെ നല്ലോണം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. ഇതൊക്കെ ചട്ടി. ഇത് മറ്റേ ചട്ടി കിട്ടിയത് അല്ല, ഒന്നും മെലിഞ്ഞിട്ടില്ല. ചെറങ്ങര ഭാഗം ഇപ്പൊ നമ്മള് ഫ്ലൈഓവർ പണിയുന്നുണ്ട് അവിടെ, കീഴ്പ്പാലം. അതിനിപ്പോ നല്ല ബ്ലോക്ക് വരുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ചെറങ്ങരന്ന് ഒരു 850 മീറ്റർ വരുമ്പോൾ തിരുമുടിക്കുന്ന് പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് പോകുന്ന വഴിയില്ല. ശരി, അപ്പോ താങ്ക് യു ഫോർ എക്സ്പ്ലെയിനിങ്. ഓക്കെ.